ഒരു പെൺകുട്ടിയോട് ഇങ്ങനെയൊക്കെ ഒരാൾക്ക് സംസാരിക്കാൻ പറ്റും. അവരെ ഗർഭിണിയാക്കാൻ വേണ്ടി ഇദ്ദേഹം നിർബന്ധിക്കുകയാണ്. അതിനുശേഷം ഗർഭചിത്രത്തിനും നിർബന്ധിക്കുന്ന ഇയാൾ തന്നെ. അതേക്കുറിച്ച് ആ കുട്ടി വളരെ വിഷമിച്ച് പറയുമ്പോൾ മോശം വാക്കുകൾ ഉപയോഗിച്ച് പ്രതികരിക്കുകയും ചെയ്യുന്നു. രാഹുൽ മാങ്കൂട്ടത്തിൽ എന്തിനാണ് ഈ പാലക്കാട് എത്ര സജീവമാകുന്നത്? UDFനെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണോ? കോൺഗ്രസിന് സീറ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണോ? ഒരിക്കലുമല്ല. രാഹുൽ മാങ്കൂട്ടത്തിൽ അദ്ദേഹം എത്തിപ്പെട്ട ഒരവസ്ഥയിൽ നിന്ന് എങ്ങനെയെങ്കിലും അത് മാറിക്കിട്ടാൻ വേണ്ടിയുള്ള പടിപടിയായുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്തൊക്കെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? ദിവസവും പുതിയ പുതിയ ഷർട്ട് വാങ്ങുന്നുണ്ടെന്നുള്ളത് മാത്രമേ ഉള്ളൂ. എന്നിട്ട് എന്ത് ചെയ്യുന്നു? ഇപ്പോൾ കഴിഞ്ഞ ദിവസം സ്ക്രൂട്ടിനിൻ്റെ സമയത്ത് അവിടെ കയറി വലിയ ഡയലോഗ് അടിച്ച് സ്റ്റാറാവുന്നു. ആ വീഡിയോ പുറത്തെത്തിക്കുന്നു. എന്നിട്ട് ആളുകളെ കൊണ്ട് പറയിപ്പിക്കുന്നു. അതായത് രാഹുൽ മാങ്കൂട്ടത്തിനെ പോലെയുള്ള ധൈര്യമുള്ള കുട്ടികൾ രാഹുലേ ഉള്ളൂ, വേറെ ആരും ഇല്ല എന്ന് ആളെ കൊണ്ട് പറയിപ്പിക്കുകയാണ്. അതായത് പാർട്ടിക്ക് അത്യന്താപേക്ഷിതമാണ് ഇവൻ്റെ സാന്നിധ്യം എന്ന് ആളുകളെ കൊണ്ട്, പാർട്ടി അണികളെ കൊണ്ട്, നേതാക്കളെ കൊണ്ട് പറയിപ്പിക്കുക എന്നുള്ളതാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിൽ പറയിപ്പിക്കുകയാണ് എന്നുള്ളതാണ് സത്യം. ഇപ്പോൾ ഇന്നത്തെ ഈ ഓഡിയോ കേട്ട് കഴിഞ്ഞാൽ അത് അയാളുടേതാണ് എന്ന് ഏകദേശം നമുക്കൊക്കെ വിശ്വസിക്കാമല്ലോ. നമുക്കിപ്പം അതിനുള്ള തെളിവും നമ്മൾ കൈവശമില്ല. പക്ഷേ അത് എത്രത്തോളം അശ്ലീലമാണ്, അല്ലെങ്കിൽ എന്താ പറയുക, ഒരു പെൺകുട്ടിയോട് ഇങ്ങനെയൊക്കെ ഒരാൾക്ക് സംസാരിക്കാൻ പറ്റുമോ? അങ്ങനെ ഒരു രാഷ്ട്രീയ രംഗത്ത് വളരെ ഒരു MLA കൂടിയായ, അന്ന് അദ്ദേഹം MLA ആണോ എന്നറിയില്ല, എന്തായാലും രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തി ഇത്രത്തോളം മോശമായി ഒരു പെൺകുട്ടിയോട് സംസാരിക്കാൻ പാടുണ്ടോ? അത് ആ സംഭാഷണം, ആ ചാറ്റ് എടുത്തു നോക്കൂ. അവരെ ഗർഭിണിയാക്കാൻ വേണ്ടി ഇദ്ദേഹം നിർബന്ധിക്കുകയാണ്. അതിനുശേഷം ഗർഭചിത്രത്തിനും നിർബന്ധിക്കുന്ന ഇയാൾ തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ എന്നിട്ട് അതേക്കുറിച്ച് ആ കുട്ടി വളരെ വിഷമിച്ച് പറയുമ്പോൾ വളരെ മോശം വാക്കുകൾ ഉപയോഗിച്ച് പ്രതികരിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഇങ്ങനെയൊക്കെ നടക്കുമ്പോൾ ഇങ്ങനെയുള്ളൊരു മനുഷ്യൻ, സ്ഥിരമായി ഇത്ര കുറ്റകൃത്യം ചെയ്യുന്നൊരു മനുഷ്യൻ രാഷ്ട്രീയത്തിൽ, അതായത് രാത്രി ഇതുപോലുള്ള കോളുകൾ നടത്തുന്നു, രാവിലെ വന്നിട്ട് നാട്ടുകാരുടെ ഇടയിൽ നിന്നിട്ട് നല്ല വെള്ളം ചമയുന്നു, എന്നിട്ട് ഇതെല്ലാം പുറത്തറിഞ്ഞിട്ട് വീണ്ടും അയാൾ രാഷ്ട്രീയത്തിൽ സജീവമാകുന്നു. ആരെങ്കിലും ചോദ്യം ചോദിച്ചാൽ സൗകര്യമില്ല മറുപടി പറയാൻ എന്ന് പറയുകയും ചെയ്യുന്നു. ഇത് എവിടുത്തെ രാഷ്ട്രീയമാണ്? ആരാണിത് അംഗീകരിക്കുക?